ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ സഫാരി. നമ്മൾ ഈ വർഷം കുറേ ഓണം ആഘോഷിച്ചു. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ഓണപരിപാടിക്ക് വേണ്ടി നമ്മൾ പോവാണ്. നമ്മുടെ പള്ളിയുടെ ഓണപരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക് പോയി അടിച്ചു പൊളിക്കാം. എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് അത്തപ്പൂക്കളം എന്താ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ വകയായിട്ടൊരു അത്തപ്പൂ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. 2024 നമ്മുടെ പള്ളിയുടെ ഓണപരിപാടി ആരംഭിക്കുകയാണ്. അതിലേക്ക് ആദ്യമായി ഞാൻ പള്ളിയുടെ ട്രസ്റ്റി ജെയ്സനെ ക്ഷണിക്കുകയാണ്. പള്ളിയുടെ സെക്രട്ടറി അച്ചു ചേച്ചിയെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ ഞാൻ നേരുകയാണ്. ഓണം കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഞാൻ ഓണത്തെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വെൽക്കം സ്പീച്ചിലേക്ക് ജെയ്സനെ ക്ഷണിക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും കൂടി നടത്തുന്ന ഈ പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ഒരു സ്വാഗതത്തിന് ആവശ്യമില്ല, കാരണം നമ്മൾ ഒരുമിച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. മാവേലി വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത് പ്രജകളെ കാണാൻ. അപ്പോൾ വെൽക്കം മാവേലി. എല്ലാവർക്കും ആദ്യമായിട്ട് ഓണ ആശംസകൾ. മഹാമനൻ തപസ് ചെയ്യുവാനായി 3 അടി മണ്ണ് ചോദിച്ചു. മഹാമന എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? അടിപൊളിയായിരുന്നു. ലിജി, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? തകർത്തു, സൂപ്പർ. ഓക്കെ, ജിഷമോളെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ, അനു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? അൻസിമോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? തകർത്തു. ലിജി എന്താ ഇത് മോളെ? തകർത്തു. എന്തോ പാട്ടായിരുന്നു. രമേ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഷൈൻ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? തകർത്തു. നെമ്പുമോനെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? സൂപ്പർ, എക്സലന്റ്. എങ്ങനെ അടിപൊളിയല്ലായിരുന്നു? സാധ്യ പെർഫോമൻസ് എല്ലാ കലാകാരന്മാരുടെയും. അതും അച്ചായ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓണപരിപാടി? അച്ഛാ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി?
സൂപ്പർ അല്ലായിരുന്നോ? എങ്ങനെ ഹായ് ഹായ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ബെയിൻകുട്ടാ? എന്തോ ഡാൻസ് ആയിരുന്നോടാ അത്, സൂപ്പർ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? മുത്ത തകർത്തു. നിങ്ങളെല്ലാം മിസ് ചെയ്തു. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? എങ്ങനെ ഉണ്ടായി? എൻജോയ് ചെയ്തില്ലയോ? എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ? അത്രയല്ല മമ്മി. സിന്ധു ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപാടി? സൂപ്പർ അല്ലായിരുന്നോ? തകർത്തു ആണ്. ഓക്കെ അളിയാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓണപരിപാടി? വളരെ ഗംഭീരമായിരുന്നു. ചെറുതാണെങ്കിലും ഏറ്റവും വളരെ ഭംഗിയായിട്ടായിരുന്നു. ആ, ഒത്തിരി ഒത്തിരി സന്തോഷം. എല്ലാം നല്ല കിടലുമായിരുന്നു ഇല്ലയോ? ഫുഡ് എപ്പോഴാണ് അളിയാ? 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. പറഞ്ഞേ. ആങ്കറിങ് ബിനുമോലെ സൂപ്പർ, ഒന്നും പറയാനില്ല. താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് സാറ് ബേസിലെ എല്ലാം ഓക്കെ അല്ലേ? ബേസിലെ ഹായ്, ഹാപ്പി ഓണം. ആ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളി. പപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? പപ്പ അളിയ എങ്ങനെ ഉണ്ടായിരുന്നു? അളിയ അടിപൊളി, പറയാനില്ല. സൂപ്പർ ആയിരുന്നു. എല്ലാം കൊണ്ടും എങ്ങനെ? സൂപ്പർ. എല്ലാം കൊണ്ട് സൂപ്പർ. സൂപ്പർ ഡാൻസ് ആയിരുന്നു. എന്തോ രസമായിരുന്നടി. അപ്പം വെളിയിൽ ഗെയിം നടക്കുകയാണ്. ഇവിടെ ഓണത്തിൻ്റെ സദ്യയുടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വയനാടുകാരനാണ്. ഇന്നലെ കൗൺസിലിൽ വന്നതേ ഉള്ളൂ. കണ്ടോ, വന്ന ഉടനെ ഇലയിടാനുള്ള ഭാഗ്യം അവന് കിട്ടി. നിനിമോളെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി ഇന്നത്തെ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇലയിലോട്ടൊന്ന് കയറുകയാണ്. നമ്മുടെ ട്രസ്റ്റി സെക്രട്ടറി നല്ല ചില്ലെന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അതാണ്ട് പരിപ്പ് കറി. ആദ്യ പരിപ്പ് കറിയാണ്. അതുകൊണ്ട് പരിപ്പ് കറി വരട്ടെ അങ്ങോട്ട്. തോമാച്ചൻ എന്താ ബീട്രൂട്ട് പച്ചടിയോ? സാമ്പാറിന് കണ്ട് അടിപൊളി. അച്ഛാ എല്ലാം ഓക്കെ അല്ലേ അച്ഛാ? ഇതെന്താ അച്ഛാ? എരിശ്ശേരി. അച്ഛൻ വെച്ച അവിയലാണ്. ഇതാണ്. എല്ലാം അടിപൊളി. തോമച്ചാ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? റോബസ്റ്റ അടിപൊളി. ഓക്കെ ഓക്കെ. ഫാമിൽ നിന്നുള്ളതായിരിക്കും. ഓക്കെ ഓക്കെ. ഇതും റെഡിയാണ്. ഫുഡ് റെഡിയാണ്. ചോറ് റെഡിയാണ്. മെഴുക്ക് പുരട്ടി അടിപൊളി. Drum below 1 to 6 years old. Okay. Okay. In. Out. In. Out. എടാ എങ്ങനെ ഉണ്ടായിരുന്നടാ പരിപാടി? നീ എൻജോയ് ചെയ്തു? ഓക്കെ. ഏതോ സുന്ദരിയെ വിട്ടുപോയെന്നെ. ജോർജ് ചേട്ടൻ സുന്ദരിയുമായിട്ട് വരുന്നുണ്ട്. സിന്ധു ചേച്ചിയാണോ? സിന്ധു ചേച്ചിയാ? സിന്ധു ചേച്ചിയുടെ ഫോട്ടോ. സിന്ധു ചേച്ചിയുടെ ഫോട്ടോ ആണോ? ആ കറക്റ്റ്. നോക്കിക്കാ എന്തോ സന്തോഷം. ഇന്ന് തകർത്തു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? ആദ്യം പറഞ്ഞ ട്രയൽ. ഒന്ന് തിരിച്ചേ. ആ ഓക്കെ Okay, പോട്ടെ. ഓക്കെ പോട്ടെ. ഓക്കെ റെഡി.
ഇവരാരും പറയുന്ന കേക്കല്ല വേണം. ഇവിടെ ഇത്രയും മുറുക്കാണോ? ഇത്രയും മുറുക്കാം. ഓക്കെ നെബുവേ Yeah. നമ്മള് 2024 ഓണം തീരാൻ പോവുകയാണ്. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ല അവിടെ ഓണാഘോഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലേ? ഈ വർഷം ഇല്ല. മാവേലിക്ക് വലിയൊരു താങ്ക്സ്. അടിപൊളിയാണ്. ജാതിമതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. അതുപോലെ കൗൺസിൽ സെന്റ് മേരീസ് ചർച്ച് കുടുംബാംഗങ്ങളായ നമ്മളും ഓണം ഇന്ന് ആഘോഷിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഓണപരിപാടിയൊക്കെ നിങ്ങൾ കണ്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി കേട്ടോ. പക്ഷേ എല്ലാവരും ഒത്തൊരുമയോടെ ഒരേ മനസ്സോടുകൂടെ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുഞ്ഞു കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു അത്തപ്പൂവും നല്ല അടിപൊളി സദ്യ, കുഞ്ഞു കുഞ്ഞു ഗെയിംസുകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഓസ്ട്രേലിയൻ സഫാരിയുടെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും